പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. ഘാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഘാന പ്രസിഡന്റ് ജോൺ മഹാമ സമ്മാനിച്ചു ഈ ബഹുമതി. ഇന്ത്യയും ഘാനയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഘാന സന്ദർശിക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഘാനയിൽ എത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യം ഈ സന്ദർശന വേളയിൽ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഘാനയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഘാന പ്രസിഡന്റ് ജോൺ മഹാമയാണ് ഈ പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 8ാമത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ലഭിച്ച ഘാനയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം. ഈ പുരസ്കാരത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 140 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി താൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ച ശേഷം പ്രതികരിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഘാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഘാനയും തമ്മിൽ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും സാംസ്കാരിക വിനിമയം സംബന്ധിച്ചുള്ള ധാരണാപത്രം, കല, സാഹിത്യം അടക്കമുള്ള മേഖലകളിലെ സാംസ്കാരിക വിനിമയം സംബന്ധിച്ചുള്ള ധാരണാപത്രമാണ് ഒന്ന്. മറ്റൊന്ന് സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സംബന്ധിച്ചുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ച മറ്റൊരു ധാരണാപത്രം. മെഡിക്കൽ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് 4ാമത്തെ ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്. കൂടാതെ മറ്റ് ഖനനം അടക്കമുള്ള ഒട്ടേറെ മേഖലകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വാണിജ്യം, വ്യവസായം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ദീർഘമായ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘാന പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനം 8 ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചത്. ഉന്മേഷ്, സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.